വിശേഷപ്പെട്ട പ്രകടനങ്ങൾ ഇന്നതാണ് എന്ന് പറയുന്നത്. ഒരു സമുദ്രക്കരയിൽ ചെന്ന് മണൽത്തരി മുഴുവനും സമുദ്രക്കരയാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് ഓരോന്നും നോക്കി സമുദ്രത്തിന് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ വിശേഷമായിട്ടുള്ള ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് ഈശ്വരനാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഭാവന ചെയ്യൂ എന്ന് പറയുക. അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് നാം ഒരു വിഗ്രഹമുണ്ടാക്കി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് അതിന് ദിവ്യത്വവും ചൈതന്യവും അതിൽ പകർത്തി കൊടുത്ത് അതിനെ ഈശ്വരനായി ആരാധിക്കൂ എന്ന് പറയുന്നത്. ബിംബാരാധന കൊണ്ട് ഈശ്വരാരാധനയായി സമഗ്രം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈശ്വരനെ ആരാധിക്കാനുള്ള ഒരു വഴിയാണ് ബിംബം എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ബിംബാരാധന മൂലം നിങ്ങളുടെ മനസ്സ് ഈശ്വരൻ എന്ന് പറയുന്ന വിശേഷപ്പെട്ട അതിമഹത്തായ സങ്കല്പത്തിലേക്ക് വികസിച്ച് അങ്ങോട്ട് വളർന്നു വരണം. അത് എളുപ്പം സാധിക്കില്ല. ആ വികാസത്തെ സുഗമമാക്കാൻ വേണ്ടിയാണ് ഉദ്ധവൻ കൃഷ്ണനോട് ചോദിച്ചത് അങ്ങയുടെ വിശേഷപ്പെട്ട പ്രകടനങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് പറഞ്ഞ് മനസ്സിലാക്കി തരൂന്ന്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാ? ധർമാണാമസ്മി സന്യാസ എന്ന് പറഞ്ഞാണ് നിർത്തിയത്. സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആശ്രമമാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്നത്. ആ 4 ആശ്രമങ്ങളിൽ സന്യാസമാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ പ്രകടനം സന്യാസത്തിലാണ് കൂടുതൽ. ആ സന്യാസിമാരോടും സന്യാസത്തോടും നമുക്കുണ്ടാകേണ്ടതായ പരിഗണന, മനോഭാവം, ആദരവ്, അവരോട് തോന്നേണ്ടതായ സത്കാര ബുദ്ധി, ഇതൊക്കെ നിങ്ങൾക്കതിൽ നിന്ന് പരിഗണിക്കാം. എന്നിട്ട് അദ്ദേഹം അവിടെ നിർത്തുന്നില്ല. കൃഷ്ണൻ തുടർന്ന് പറയാണ്, സംവത്സരോസ്മ്യനിമിഷാം ഋതൂനാം മധുമാധവൗ മാസാനാം മാർഗശീർഷോഹം നക്ഷത്രാണാം തഥാപിജിത്. ഓരോന്ന് പറയുക. കണ്ണടയ്ക്കാതെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടല്ലോ, ആ നോക്കുന്നവരിൽ സംവത്സരമാണ് ഞാൻ. ഈ ആശയത്തിന് എന്താ അർത്ഥം, എത്ര വ്യാപ്തിയുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നോക്കി ശ്രദ്ധയോടുകൂടി സൂക്ഷ്മമായി നോക്കുന്നവരിൽ ആ നോട്ടമുണ്ടല്ലോ, അതിൽ സംവത്സരമാണ് ഞാൻ. എന്താ ഈ സംവത്സരത്തിന് ഇത്ര പ്രത്യേകത? എന്താണ് ഈ സംവത്സരം? ഭൂമി, അതിലാണ് നമ്മൾ അധിവസിക്കുന്നത്. നമ്മുടെ ഈ ആകാശകോശത്തിൽ, ദ്രവ്യാകാശകോശത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഗോളങ്ങളുണ്ട്. ആ ഗോളങ്ങളിൽപ്പെട്ട ചെറിയ ഒരെണ്ണമാണ് ഈ ഭൂമി. ഖരമാണ് അതിൻ്റെ സ്വഭാവം. അതിൻ്റെ 3 ഭാഗം ജലം പരന്നു കിടക്കുന്നതാണ്. ജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഭൂമി. 3 ഭാഗം. ഒരു ഭാഗമേ കരയായിട്ടുള്ളൂ. ഈ വെള്ളവും ഭൂമിയും കൂടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കിടന്ന്. അങ്ങനെ തിരിഞ്ഞ് ഒരു തിരിച്ചലങ്ങോട്ട് മുഴുവനായാൽ നമുക്ക് ഒരു ദിവസമായി. നമ്മൾ എവിടുന്നാ സമയം കണക്കാക്കണത്? ഈ ഭൂമിയുടെ ഭ്രമണം, തൻ്റെ അച്ചുതണ്ടിലുള്ള ഭ്രമണം കൊണ്ടാണ് ഒരു ദിവസം. ആ ഒരു ദിവസത്തെയാണ് 24 മണിക്കൂറായി നാം മുറിച്ചിരിക്കുന്നത്. അവിടുന്നാണ് പിന്നെ 1 മണിക്കൂറിന് മിനിറ്റ്, മിനിറ്റുകൾക്ക് നിമിഷം, നിമിഷത്തിന് അതിലും താഴെയുള്ള മാത്ര, ഇങ്ങനെ കണക്കാക്കി പോകുന്നത്. ഈ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കിടന്ന് തിരിയുമ്പോൾ ഒരാവർത്തനമായി. ആദ്യത്തെ തിരിച്ചൽ എങ്ങനെയോ അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ തിരിച്ചലും മൂന്നാമത്തെ തിരിച്ചലും. അപ്പോൾ ഇതൊരു ആവർത്തനമാണ്. ഈ ലോകത്തിലുള്ളത് മുഴുവൻ ആവർത്തന സ്വഭാവമുള്ളതാണ്. നമ്മുടെ ജീവിതമോ അതും ആവർത്തനങ്ങളിലൂടെയാണ് മുന്നേറുന്നത്. അപ്പം നമ്മുടെ കണക്കാക്കലിൽ പ്രധാനപ്പെട്ട കണക്കെന്താ? ഭൂമി. അത് സ്വയം തിരിയുന്നു, നമ്മളാരും കിടന്ന് തിരിഞ്ഞിട്ടല്ല. ഭൂമി തിരിയുമ്പോൾ ആ തിരിച്ചൽ നമ്മളെയും ബാധിക്കും. അതാണ് പ്രതിദിനം കാലത്ത് നോക്കിയാൽ, കിഴക്കോട്ട് നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നതായി നാം കാണുന്നത്. അങ്ങനെ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ഇങ്ങനെ തല പൊന്തിക്കേണ്ടി വരും. നട്ടുച്ചയായാൽ ഇങ്ങനെ ആവേണ്ടി വരും. അത് കഴിഞ്ഞാൽ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കണം, താഴണം. അപ്പോൾ ആ സൂര്യനെ നോക്കി അതിൻ്റെ ഉദയവും അതിൻ്റെ അസ്തമനവും കഴിഞ്ഞ് രണ്ടാമതൊരു പ്രഭാതത്തിൽ ഉദയം വരുമ്പോൾ 24 മണിക്കൂർ ഇത് ആവർത്തിക്കുന്നുണ്ടോ ഇല്ലേ? ഉവ്വ്. നമ്മുടെ ദിവസം എന്ന് പറയണത് അതാ. അപ്പം നമ്മുടെ ജീവിതത്തിന് ഒരളവും ഇല്ല, ഒരു സ്വഭാവവും ഇല്ല എന്ന് പറയരുത്. പ്രഭാതമുണ്ട്, മധ്യാഹ്നമുണ്ട്, സായാഹ്നമുണ്ട്, രാത്രിയുണ്ട്, പിന്നെയും പ്രഭാതമായി. അങ്ങനെ ആവർത്തന രൂപത്തിലുള്ളതാണ്. ഈ ആവർത്തനം എത്ര തരത്തിലുള്ളത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നൊരു ചോദ്യം വരുന്നു. അപ്പോൾ ഭൂമി സ്വയം ഭ്രമണം ചെയ്യണു അതിൻ്റെ അച്ചുതണ്ടിൽ, അതൊരു ദിവസം. അങ്ങനെയുള്ള ദിവസങ്ങൾക്ക് പുറമെ പിന്നെ ഏതെങ്കിലും ഇവർ ആവർത്തനമുണ്ടോ? ഉണ്ട്. ഭൂമി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കണു. ആ പ്രദക്ഷിണം വെച്ച് ഒരു പ്രദക്ഷിണം മുഴുവനായാലാണ് ഒരു സംവത്സരം. അതോടുകൂടി നമ്മുടെ കണക്കുകൾ കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ആ സംവത്സരം എന്നുള്ള മാത്രയ്ക്ക് വലിയ അർത്ഥമാണ്.
അപ്പം നല്ല പോലെ നോക്കിക്കാണുന്നവൻ എന്താ ഇവിടെ നോക്കിക്കാണുന്നത്? ഉത്തരായനം ദക്ഷിണായനം എന്ന് 2 അയനങ്ങളുണ്ട്. എന്താ ഈ ഉത്തരായനം ദക്ഷിണായനം? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ സൂര്യൻ തെക്കേ അറ്റത്ത് ചെന്ന് തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റത്തിലേക്ക് പോകുന്ന ആ പ്രയാണത്തിനെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ആ സൂര്യൻ മടങ്ങി വരണില്ലേ? ഉത്തരായനത്തിൽ വടക്കേ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തെക്കോട്ടുള്ള യാത്ര തുടങ്ങി. അതാണ് ദക്ഷിണായനം. ഇത് രണ്ടും ആവർത്തിക്കുന്നതല്ലേ? അതെ. അപ്പോൾ ഇവിടെ ദിനങ്ങൾ ആവർത്തിക്കുന്നു, ആഴ്ചകൾ ആവർത്തിക്കുന്നു, പക്ഷങ്ങൾ ആവർത്തിക്കുന്നു, മാസങ്ങൾ ആവർത്തിക്കുന്നു, വർഷവും ആവർത്തിക്കുന്നു. ആ വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവർത്തനം നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നതായിട്ടൊന്നുമില്ല. ഓരോ കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കുംഭമേള മുതലായിട്ടുള്ള പല സംഗതികളും ഉണ്ട് ആവർത്തിച്ച് വരിക. ഇനി വാസ്തവത്തിൽ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമുണ്ട്, പല ഗ്രഹണങ്ങളും. അതിൽ ചില ഗ്രഹണങ്ങളൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റുമെങ്കിൽ ആവർത്തന സ്വഭാവമുള്ളതാവണം. എന്താ? ഈ ലോകത്തിൻ്റെ ഗതി മുഴുവനും സൈക്ലിക്കാണ്. ഇവിടെ നേരെ അങ്ങോട്ട് വളയാതെ ഒരു പോക്ക് എന്നുള്ളതില്ല. ഒക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ വളഞ്ഞു വന്ന് നമ്മൾ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു ദിശ നോക്കി നടക്കാൻ അങ്ങോട്ട് തുടങ്ങിയാൽ എന്താ ഉണ്ടാവുക? നടന്ന് അവസാനം പുറപ്പെട്ട സ്ഥലത്ത് വന്ന് എത്തും. അതാണ് ആവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കുന്നവർക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംവത്സരമാണ് ഞാൻ എന്ന് പറയും. അപ്പോൾ ആ സംവത്സരത്തിന് വലിയ കണക്കാണ്. നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് എപ്പോഴാ? 12 മാസം കഴിഞ്ഞിട്ടാണ്. ഒരാളുടെ വയസ്സ് എങ്ങനെയാ പറയുക? 1 വയസ്സ്, 2 വയസ്സ്, 60 വയസ്സ്, 80 വയസ്സ് എന്ന് പറയുമ്പോൾ ഈ 80 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മളാരും വയസ്സുണ്ടാക്കണില്ല. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കിടന്ന് തിരിഞ്ഞ് ഒരു ദിവസമുണ്ടാക്കി 365 ദിവസമെടുത്ത് സൂര്യനെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച നക്ഷത്രവും തിഥിയും ഒക്കെ അന്ന് രണ്ടാമത് വരിക. വാസ്തവത്തിൽ ചുമതലക്കാരൻ, സൃഷ്ടിക്കുന്നവൻ ഭൂമിയാണ് നമുക്ക് നമ്മുടെ ജന്മദിനം പ്രദാനം ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ഭൂമി നമ്മുടെ ശരീരം ജനിച്ച ദിവസം സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏത് സ്ഥാനത്തിലായിരുന്നോ അതേ സ്ഥാനത്തിൽ രണ്ടാമത് വരുമ്പോഴാണ് ഒരു ജന്മദിനം ഒരു വർഷം കഴിയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് നമ്മുടെ ജന്മദിനോ അതോ ഭൂമിയുടെയും സൂര്യൻ്റെയും ദിനങ്ങളോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. സംവത്സരോസ്മി അനിമിഷാം. വളരെ ജാഗ്രതയോടുകൂടി പരിഗണിക്കുന്നവർക്കും നോക്കുന്നവർക്കും സൂക്ഷിച്ച് നോക്കുന്നവർക്കും സംവത്സരമാണ് ഞാൻ. അതുമാതിരി ഋതൂനാം മധുമാധവവും. അപ്പോൾ ഒരു കൊല്ലം കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വലിയ ഒരു പ്രതീതി അത് ജനിപ്പിക്കണം. ഒരാൾക്കൊരായുസ് കഴിഞ്ഞു, നമ്മുടെ വളർച്ചയൊക്കെ, നമ്മുടെ ശരീരം എത്ര കാലം വളരും? ഞാൻ പറയാറുള്ളത് പരമാവധി പുരുഷ ശരീരത്തിന് 21 വയസ്സ് വരെയാണ് വളർച്ച. അത് കഴിഞ്ഞാൽ വളർച്ച നിന്നു. പിന്നെ അടുത്ത സെക്കൻഡ് മുതൽ അതിന് ക്ഷയമാണ്. ആ 21 വയസ്സിലും കൂടി നമ്മുടെ ബുദ്ധിപ്പല്ല് വന്നിട്ടുണ്ടാവില്ല. അതിന് 28 വയസ്സാവണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളർച്ചയില്ല. ശരീരത്തിൻ്റെ വളർച്ച കഴിഞ്ഞു. പിന്നെ മുരടിച്ച് വരികയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സംവത്സരം എന്നുള്ളതിന് വലിയ ഒരളവാണത്. ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു വയസ്സ് കഴിഞ്ഞു. ആ വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തു വേണം? ഒരു സംവത്സരവും കൂടി കഴിഞ്ഞു. ഇനി അടുത്തൊരു സംവത്സരം ഇതേപോലെ എല്ലാ ഋതുക്കളെയും ജനിപ്പിച്ചുകൊണ്ട് ഭൂമിയും സൂര്യനും കൂടി ഒരു സംവത്സരവും കൂടി ഉണ്ടാകും. അങ്ങനെയുള്ള കണക്കുകളാണ് നമുക്കുള്ളത്. അതിൻ്റെ ഇടയിൽ പല ഋതുക്കളുമുണ്ട്. ആ ഋതുക്കളിലെല്ലാം ഒരുപോലെയാണോ? അല്ല. ഋതൂനാം മധുമാധവോ. എന്താ ഈ മധുമാധവോ എന്ന് പറഞ്ഞാൽ? വസന്ത ഋതു. അതിലാണ് എല്ലാ പുഷ്പങ്ങളും വിരിഞ്ഞ് വായു സുഗന്ധം നിറഞ്ഞിരിക്കുക. എവിടെയൊക്കെ പൂക്കൾ വിരിയുന്നുണ്ടോ ആ മണം മുഴുവനും അവിടുന്ന് എടുത്ത് മണങ്ങളില്ലാത്തയിടത്തേക്ക് കൊണ്ടുപോയി പരത്തി കൊണ്ടുപോകുന്നതായ വിശേഷപ്പെട്ട ഒരു ദൗത്യമാണ് വസന്തമാരുതനുള്ളത്. ആ വസന്തം എല്ലാവർക്കും മനസ്സിന് ഉത്സവം ജനിപ്പിക്കുന്നതാണ്. വലിയ മഴയൊന്നും ഉണ്ടാവില്ല, ചന്ദ്രൻ്റെ പ്രകാശം ധാരാളം കാണും. എല്ലാം കൂടി വളരെ വിശേഷപ്പെട്ടതാണ് ആ വസന്ത ഋതു. ആ വസന്തോത്സവം എന്ന് പറഞ്ഞ് ചില ക്ഷേത്രങ്ങളിലും ചില ഗ്രാമങ്ങളിലും നല്ല മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ പാട്ടും കച്ചേരിയും ഒക്കെ ആയിട്ട് നടത്തുന്ന കാലങ്ങളുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു സന്ദർഭമാണത്. മാസാനാം മാർഗശീർഷോഹം. മാസങ്ങൾ 12. ആ 12ൽ വിശേഷപ്പെട്ട ഒരു മാസമാണ് ധനുമാസം. ധനുമാസത്തിൽ ആർദ്രാ ദർശനം എന്നൊന്ന് പറയാറുണ്ട്. തമിഴ്നാട്ടിലൊക്കെയാണ് അതിന് കൂടുതൽ പ്രസിദ്ധി. പരമശിവനെ ദർശിക്കാനൊക്കെ വളരെ വിശേഷപ്പെട്ട കാലമാണ്. ആ സമയത്താണ് മഹാഭാരത യുദ്ധം തുടങ്ങിയത്. ആ മഹാഭാരത യുദ്ധം തുടങ്ങി അതിലാണല്ലോ അധർമ്മത്തിനെ നശിപ്പിക്കാനും ധർമ്മത്തെ വേണ്ടതുപോലെ സ്ഥാപിക്കാനും വേണ്ടി മുത്തശ്ശനെയും
ആചാര്യനെയും സ്വജനങ്ങളെയും ഒക്കെ കൊന്നൊടുക്കേണ്ടി വന്ന കടുങ്കൈയാണെന്ന് തോന്നുന്ന ആ വിശേഷപ്പെട്ട അഭൂതപൂർവമായ യുദ്ധം നടത്തേണ്ടി വന്നത്. 45 ലക്ഷം പടയാളികളായിരുന്നു ഭാരതത്തിൽ പലയിടങ്ങളിൽ നിന്നുമായി അവിടെ വന്ന് നിരന്നത്. എത്ര? 45 ലക്ഷം. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ, കണക്ക് നല്ല പോലെ അറിയാം നമ്മുടെ ആൾക്കാർക്ക്. 18 അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ കണക്ക് പ്രകാരം അതിൽ ആരൊക്കെയുണ്ട്? കാലാൾപ്പട അതുണ്ടാവും, കാലാൾ. അത് കഴിഞ്ഞാലോ കുതിരയിലുള്ളവർ, പിന്നെയോ ആനയിലുള്ളവർ. ഇവരെ എല്ലാവരെയും കൂട്ടി എണ്ണിക്കഴിഞ്ഞാൽ 18 അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ 45 ലക്ഷം. കൃഷ്ണൻ്റെ ജീവിതത്തിൽ അങ്ങനെ എത്ര അക്ഷൗഹിണി സേനയെ നേരിട്ട് അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട്? ഞാൻ ഇന്നാൾ കണക്കാക്കി നോക്കിയപ്പോൾ 10 കോടിയിലധികം വരും നശിപ്പിച്ച സംഖ്യ. 23 അക്ഷൗഹിണി സേനയോട് കൂടിയിട്ടാണ് നമ്മുടെ ജരാസന്ധൻ വന്നത്. അതെല്ലാം കണക്കാക്കിയാൽ എത്രയും ഉണ്ടാവും. അങ്ങനെ മാർഗശീർഷത്തിലാണ് ഈ മഹാഭാരത യുദ്ധം തുടങ്ങിയത്. എന്തോ കാരണത്താൽ ഭീഷ്മരുടെ മനസ്സിൽ തോന്നി, മാർഗശീർഷത്തിൽ ഇത് തുടങ്ങി 18 ദിവസം കഴിഞ്ഞ് അവസാനിച്ചു, ഞാൻ ഉത്തരായനം പിറന്നേ ശരീരം വിടുള്ളൂ എന്നായിരുന്നു ഭീഷ്മരുടെ തീരുമാനം. ഒരു മനുഷ്യന് മനഃശക്തി എത്ര കണ്ടാവാം. സ്വേച്ഛാമൃത്യു സ്വേച്ഛാമരണം എന്ന് പറഞ്ഞാൽ എന്താ? താൻ ഇച്ഛിച്ചാലേ ശരീരം വിഴൂ എന്നുള്ള ആ വിശേഷപ്പെട്ട ഒരു വരവും ഒരു ബലവും സമ്പാദിച്ച ആളായിരുന്നു ഭീഷ്മൻ. ആ ഭീഷ്മൻ തീരുമാനിച്ചു ഉത്തരായനം തുടങ്ങിയിട്ടേ ഞാൻ വിടുള്ളൂ എന്ന്. അപ്പം ശരശയിൽ അങ്ങോട്ട് കിടക്കുകയായിരുന്നു. ആ കിടക്കുന്ന സമയത്താണ് യുധിഷ്ഠിരൻ മനസ്സമാധാനമില്ലാതെ ചെന്ന് മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ അനുശാസന പർവ്വത്തിലുള്ള ആ ശാന്തി ഉപദേശം വളരെ ബൃഹത്തും മഹത്തും ഗംഭീരവും സാരഗർഭവും ശാശ്വതമായിരിക്കുന്ന സന്ദേശങ്ങളും മൂല്യങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്നതുമായ വിശേഷപ്പെട്ട ഉപദേശം നൽകിയത് ആ സന്ദർഭത്തിലാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു മാസമാണ്. മാസാനാം മാർഗശീർഷോഹം നക്ഷത്രാണാം തഥാ അഭിജിത്. വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞു നക്ഷത്രങ്ങളിൽ വെച്ച് ഞാൻ ചന്ദ്രനാണെന്ന്. ഇപ്പം പറയുന്നു അഭിജിത്താണെന്ന്. എന്താ ഈ അഭിജിത്ത് നക്ഷത്രം? നമുക്ക് എല്ലാം കൂടി 27 നക്ഷത്ര. ഈ അഭിജിത്തിനെ 28ാമതായി നാം കണക്കാക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധ വളരെയധികം പതിയേണ്ടതാണ്. ഇങ്ങനെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു നക്ഷത്രമുണ്ടോ ആകാശത്തിൽ? ഉണ്ടെങ്കിൽ അതെവിടെ? അത് ആദ്യകാലത്ത് കാണപ്പെട്ടിരുന്നു, ഇപ്പം കാണുന്നില്ല എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ അഭിജിത്ത് എങ്ങനെയാ? ഉത്രാടത്തിൻ്റെ 4 ഭാഗവും തിരുവോണത്തിൻ്റെ ആദ്യത്തെ 4 നാഴികയും കൂട്ടിച്ചേർത്താലാണ് 19 നാഴികയുള്ള ഈ അഭിജിത്ത് നക്ഷത്രം. അതിന് സാധാരണ നക്ഷത്രം പോലെ 60 നാഴിക സമയമില്ല, 19 ഉള്ളൂ. ഇങ്ങനെ ഒരു നക്ഷത്രം പണ്ടുണ്ടായിരുന്നു അത്രേ. പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഇല്ല എന്ന്. ഇത് വളരെയധികം സ്പേസ് സയൻറ്റിസ്റ്റൊക്കെ വളരെയധികം പരിഗണിക്കേണ്ട ഒരു കാര്യമാണിത്. അവർ പരിഗണിച്ചോട്ടെ. 28ാമത്തെ നക്ഷത്രമായി വൈദിക കാലത്ത് പരിഗണിച്ചു പോന്നതാണ് അഭിജിത്ത് എന്ന് പറയുന്ന നക്ഷത്രം. അഭിജിത്ത് ശബ്ദത്തിന് വേറെ ഒരു അർത്ഥവും കൂടിയുണ്ട്. അർദ്ധരാത്രി എന്ന്. നടുരാത്രി, രാത്രിയുടെ പകുതി. ആ സമയത്താണല്ലോ കൃഷ്ണൻ ജനിച്ചത്. നമുക്ക് പല തരത്തിലുള്ള സംസ്കാരങ്ങളും മൂല്യങ്ങളും ഒക്കെ നമ്മുടെ ഭരണഘടനയിൽ ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും നെഹ്റുവിൻ്റെ കാലത്തൊക്കെയാണല്ലോ ഇത് നടന്നത്. ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ആ സ്വാതന്ത്ര്യ സമരം എന്ന് പറയട്ടെ, അത് നയിച്ചവരിൽ പല ആൾക്കാരും നല്ലവരും ഭാരത സംസ്കാരത്തിൽ ഊന്നി നിന്നവരുമായിരുന്നു. ആ സമയത്ത് അവർ തീർച്ചയാക്കി എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത് ആ സമയം തിരഞ്ഞെടുത്തത് അർദ്ധരാത്രിയാണ്. അവിടെയാണ് കൃഷ്ണൻ ജനിച്ചതും. വലിയ അർത്ഥമാണ് ഇതിനൊക്കെ. 18 എന്ന് നാം പറയുന്ന വാക്കിന് വലിയ അർത്ഥം. ജയശബ്ദത്തിന് 18 അർത്ഥം. 18 പർവ്വങ്ങളാണ് എവിടെ? മഹാഭാരതത്തിൽ. 18 ദിവസമാണ് നമ്മുടെ മഹാഭാരത യുദ്ധം നടന്നത്. ഇപ്പം ശബരിമലയെ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ 18 പടികളാണ്. അപ്പോൾ ഈ 18 എന്ന് പറഞ്ഞാൽ ജയം എന്നതിനെ ഉദ്ഘോഷിക്കുന്നതാണ്. വലിയ അർത്ഥമാണതിന്. അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രം, അതിന് 28ാമത്തെ നക്ഷത്രമായി പരിഗണിച്ചിരുന്നു നമ്മുടെ വൈദിക ചിന്തകന്മാർ. അഹം യുഗാനാം ചകൃതം ധീരാണാം ദേവലോസിത ദ്വൈപായനോസ്മി വ്യാസാനാം കവീനാം കാവ്യ ആത്മവാൻ. അഹം യുഗാനാം ചകൃതം. നമുക്ക് 4 യുഗങ്ങളാണ്. ആ യുഗചിന്തയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ ഭാവന വളരെയധികം അങ്ങനെ ഉയർന്നും വികസിച്ചും അന്തമില്ലാതെ പോവും. മനുഷ്യരുടെ മനസ്സിൽ ഉത്തമമായ പരിഗണനകൾ, ശുഭശുഭമായിരിക്കുന്ന സ്വാധീനങ്ങൾ,
അടങ്ങാത്തതായ ആവേശം, അദമ്യമായിരിക്കുന്ന വീറ്, ഇതൊക്കെ ജനിപ്പിക്കാൻ എന്താ വഴി? എടോ, താൻ മൊശോടന, തൻ്റെ അച്ഛനെ അമ്മയും ഒന്നിനും കൊള്ളില്ല, തൻ്റെ മുത്തച്ഛനോ അതിലും കശയായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വീര്യവും പരാക്രമവും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ എന്തു വേണം? എടോ, തൻ്റെ അച്ഛൻ വളരെ കേമനായിരുന്നു, മുത്തച്ഛനോ അതിലും കേമന, പൂർവികന്മാർക്കൊക്കെ വലിയ യോഗ്യതയും വലിയ കഴിവുമായിരുന്നു, ആ പാരമ്പര്യത്തിൽപ്പെട്ടവനാണ് താൻ. അപ്പം തൻ്റെ രക്തധമനികളിൽ തപ്പി നോക്കിയാൽ ഇന്നും കാണാം അദമ്യമായിരിക്കുന്ന ഒരു ഉത്സാഹവും വീര്യവും ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഹനുമാനെ കൊണ്ട് ലങ്കയ്ക്ക് ചാടിച്ചത് എങ്ങനെയാ? ജാമ്പവാൻ. ഹനുമാന്റെ ഉത്പത്തിയെക്കുറിച്ച് പറയുക, ഹനുമാനെ, ആഞ്ജനേയ, നീ വായുവിൻ്റെ പുത്രനാണ്, വായുവിൻ്റെ പുത്രൻ. ആഞ്ജനേയൻ മാത്രമേ വായുപുത്രന്മാരുള്ളൂ, നമ്മളൊക്കെ വായുപുത്രന്മാരല്ലേ? അമ്മയുടെ ഗർഭത്തിൽ ഒരു 10 മാസം കഴിച്ചുകൂട്ടി, എന്നിട്ട് പുറത്തേക്ക് വന്നു. പിന്നെ അമ്മയായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല, ആ ശരീരമായിട്ട്. ഇടയ്ക്കൊക്കെ കുട്ടിയായിരുന്നപ്പോൾ കൂടെ കിടന്നുകൊണ്ടിരുന്നു എന്നേ ഉള്ളൂ, ഒരു ബന്ധവുമില്ല. എന്നാൽ നമുക്ക് ഒരിക്കലും ബന്ധം വിച്ഛേദിക്കാത്തത് ആരുടെ അടുത്താണ്? വായുവിൻ്റെ അടുത്താണ്. ആ വായു ഉണ്ടെങ്കിലേ ഒരാൾ ജീവിക്കുള്ളൂ. നമ്മുടെയൊക്കെ വാസ്തവത്തിൽ വായുപുത്രന്മാരാണ്. 1/2 സെക്കൻഡ് വായുവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുമാതിരി നാം ഭൂമിപുത്രന്മാരാണ്, ജലപുത്രന്മാരാണ്, അഗ്നിപുത്രന്മാരാണ്. പഞ്ചഭൂതങ്ങളാണല്ലോ നമ്മുടെ ശരീരത്തിൽ. കുടിക്കുന്നത് വെള്ളം, കഴിക്കുന്നത് ഭക്ഷണം ഭൂമിയിൽ നിന്ന്, ശ്വസിക്കുന്നത് വായു. ദേഹത്തിൽ ചൂടുണ്ട്, തണുത്തു കഴിഞ്ഞാൽ ഒരാളെ ഒന്നിനും കൊള്ളില്ല. പിന്നെ അങ്ങനെയുള്ളതാണ് നമ്മുടെ നില. അപ്പോൾ ഇവിടെ ആവശ്യം വായുഭേദനമായിരുന്നു. ആ വായുഭേദനത്തിന് വേണ്ടി ജാമ്പവാൻ പറഞ്ഞു ധരിപ്പിക്കുകയാണ്, വായുവിൻ്റെ പുത്രനാണത് അവിടെ ഇരിക്കുന്നവെന്നാണ് പറയണത്. അവിടെ ഇരിക്കുന്നവനപ്പോൾ ആലോചിച്ചു തുടങ്ങി. എന്നിട്ട് വായുവിനെ പോലെ എൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിപ്പോകുന്നത് പോലെയാണല്ലോ ഞാൻ അങ്ങോട്ട് ചാടിയാൽ എന്ന് പറഞ്ഞ് മഹേന്ദ്രാചലത്തിൽ കയറി. അപ്പോഴേക്കും മനസ്സിലുള്ള ഉത്സാഹ തിമിർപ്പുണ്ടല്ലോ, അത് അടങ്ങാത്ത തിമിർപ്പായി. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ മഹേന്ദ്രാചലം അമ്മാനെ ആടിയത്ര അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് ആടിയെന്നാണ് പറയുന്നത്. അതാണ് മനസ്സിൻ്റെ പ്രഭാവം. മനസ്സിന് അത്ര വലിയ ശക്തിയാണ്. അപ്പോൾ ഇതെന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമ്മൾ സമയത്തിനെ അളന്നിട്ട് പറയാണ്. നമുക്ക് എത്രയുണ്ട്? 1000 കൊല്ലം, 10000 കൊല്ലം, അതൊന്നും നമ്മുടെ ആവശ്യത്തിന് പോരാ. ആ സമയത്തിനെ വളരെ വലുതാക്കി കൊണ്ടുവന്ന് എവിടത്തോളം എത്തിച്ചു? ബ്രഹ്മാവിൻ്റെ ഒരു ദിനം, ഒരു കൽപ്പം. ആ കൽപ്പം കൂടുമ്പോൾ ചതുർയുഗത്തിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇപ്പോഴത്തെ കലിയുഗമാണ്. 4,52,000 56,000 വത്സരമാണ്, കൊല്ലങ്ങളാണ് കലിയുഗത്തിൽ. അതിൻ്റെ 2 ഇരട്ടിയാണ് ദ്വാപരയുഗം, 3 ഇരട്ടിയാണ് ത്രേതായുഗം, 4 ഇരട്ടിയാണ് കൃതയുഗം. എത്രയായി? നമ്മുടെ കയ്യിലെല്ലാം കൂടി 10 വിരല. ഈ കയ്യിലെ 10 വിരൽ പോലെ കലിയുഗത്തിൻ്റെ 10 ഇരട്ടിയാണ് ചതുർയുഗം. കലിയുഗവും ദ്വാപരയുഗവും ത്രേതായുഗവും കൃതയുഗവും കൂടി കഴിഞ്ഞാൽ 10 യുഗമായി, കലിയുഗമായി. അങ്ങനെയുള്ള യുഗങ്ങളിലാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിനവും കൽപ്പവും ഒക്കെ കണക്കാക്കുന്ന സമ്പ്രദായം. അപ്പോൾ ഒരു ബ്രഹ്മ എന്ന് പറയുന്നത് നമുക്ക് സമയം കണക്കാക്കാനുള്ള ഒരു സങ്കല്പം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സംഖ്യ പറഞ്ഞു, എന്ത്? ഒരു 1235 ലക്ഷം സഹസ്ര കോടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെത്തുമോ? അത് എത്തില്ല. അപ്പം മനസ്സിലെത്തിക്കാൻ, കണക്ക് എളുപ്പാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കലിയുഗത്തിൻ്റെ 2 ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി, 4 3 7 2 9 1 10 കലിയുഗമാണ്. ഇങ്ങനെ 10 കലിയുഗം ചേർന്നാലാണ് ഒരു ചതുർയുഗം. ആ ചതുർയുഗം ഇത്ര കൂടുമ്പോഴാണ് ബ്രഹ്മാവിന് ഒരു ദിനവും രാത്രിയും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് ഒരു സൈക്ലിക്കായിട്ടുള്ള ഒരു സമയപരിഗണനയാണ് നമുക്ക്. പാശ്ചാത്യന്മാർ, ആധുനികന്മാർ എങ്ങനെയാണ് പറയണത്? ടൈം ഈസ് ഓഫ് എ ലീനിയർ നേച്ചർ, ഒരു ലീനിയർ മെഷറാണ്, ഇങ്ങനെ പോണതാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ സമയം കണക്കാക്കുന്നത് മുഴുവൻ ലോകവസ്തുക്കളിലുള്ള പരിവർത്തനത്തിനെ ലാക്കാക്കിക്കൊണ്ടാണ്. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? എന്തൊക്കെയാണ് ഈ ശ്രീമദ് ഭാഗവതത്തിലുള്ളത്? മനുഷ്യൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ, അതിന് വേണ്ട ആഹാരവും പോഷകവും നൽകാൻ, അതേപോലെ മനസ്സിന് നല്ല മൂല്യങ്ങളും ഗുണമഹിമകളും രചിക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഈ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി വെറുതെ പാരായണം ചെയ്യാനോ മൂലം വായിക്കാനോ ഉള്ള ഒരു ഗ്രന്ഥമല്ലാതെ അത് മൂല്യവത്താണ്, മൂല്യനിർഭരമാണ്. തത്വാവിഷ്കരണങ്ങൾ അനവധിയുണ്ട്, സിദ്ധാന്തങ്ങളുടെ ഒരു സമുച്ചയമാണത്. അതിന് ഞാൻ എപ്പോഴും പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സ്പെക്ടാക്കുലർ കോമ്പൻഡിയംസ് ഇൻ ദ വേൾഡ് എന്നാണ്. അത്ര വിശേഷപ്പെട്ട ഒന്നാണത്.
അപ്പോൾ ഈ കൃതയുഗം എന്ന് പറയുമ്പോൾ ഈ 4 യുഗങ്ങളിൽ വെച്ച് നമ്മളിപ്പോൾ താമസിക്കുന്നതും അധിവസിക്കുന്നതുമായത് കലിയുഗ. ആ കലിയുഗത്തിൻ്റെ ഗോഷ്ഠികളും തകരാറുകളും മുഴുവനും നമ്മുടെ ഭാഗവതമടക്കം ശാസ്ത്രങ്ങൾ വിവരിച്ചിട്ടുണ്ട്. കൃതയുഗത്തിൽ നിന്ന് പിടിച്ചോളൂ. എന്താ കൃതയുഗം? എല്ലാവരും കൃതകൃത്യന്മാരായിരുന്നതാണ് കൃതയുഗം. അന്ന് ലോകത്തിൽ മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ സ്വയം ആ കൃത്യബോധം, കർത്തവ്യബോധം മാത്രമേ ഉള്ളൂ. ആരോട് എന്ത് പറയുമ്പോഴും പറയാവുന്നതേ പറയൂ, ചെയ്യാൻ പറ്റുന്നതേ പറയൂ. അത് കേട്ട് കഴിഞ്ഞാലോ ഈ കാര്യമാണോ ചെയ്യേണ്ടത്, ചെയ്തു കളയാം. ആ ആൾക്ക് പിന്നെ രണ്ടാമതൊരു മോട്ടിവേഷനോ ഒരു നിർബന്ധമോ ഒരു നോട്ടീസോ ഒന്നും വേണ്ട. അങ്ങനെ താങ്കൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ആ പ്രവൃത്തി ചെയ്ത് കൃതകൃത്യതയും കൃതാർത്ഥതയും സന്തോഷവും കണ്ടെത്തിയിരുന്നതായ ഒരു യുഗമാണ് കൃതയുഗം. ആ കൃതയുഗത്തിൽ നിന്ന് പുറപ്പെട്ട് കാര്യങ്ങളൊക്കെ കുറേശ്ശെ മാറിത്തുടങ്ങി. ഈ കാലം എന്ന് പറയുന്നത് എന്തുണ്ടോ അതിൽ പരിവർത്തനം വരുത്തുന്നതാണ്. അപ്പോൾ കൃതയുഗം വളരെ കോമളമായ ഒരു കാലമായിരുന്നു. അത് അങ്ങോട്ട് മാറിയിട്ടോ ത്രേതായുഗം വന്നു. ത്രേതായുഗത്തിൽ എന്താ നടന്നത്? ശ്രീരാമൻ്റെ ജന്മമുണ്ടായത് ത്രേതായുഗത്തിലാണല്ലോ. ദശരഥന് മക്കളുണ്ടായിരുന്നില്ല. ശാന്തയെ ദത്തു കൊടുക്കുകയും ചെയ്തു. സിംഹാസനത്തിന് ആരുമില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവസാനം ഒരു അശ്വമേധയാഗവും പുത്രകാമേഷ്ടിയും നടത്തി 4 കുട്ടികളുണ്ടായി. ഈ 4 കുട്ടികളും ദശരഥന് ആവശ്യപ്പെട്ടത് ഒരു പുത്രനെയാണ്, കിട്ടിയതോ 4 പുത്രന്മാരെയാണ്. കണ്ണിലുണ്ണികളായിരുന്നു അവരെല്ലാവരും. അതിൽ പ്രത്യേകിച്ചൊരു കണ്ണിലുണ്ണിയാണ് ആര്? രാമൻ. ആ സഹോദരന്മാർ എത്ര സാഹോദര്യത്തോടു കൂടിയാണ് ജീവിച്ചത്. 3 അമ്മമാർക്ക് ജനിച്ച കുട്ടികളാണ്. അച്ഛനൊന്നാ. അവരുടെ മനസ്സിൽ ഒരിക്കലും ഞങ്ങളുടെ അമ്മമാർ വേറെയാണെന്നുള്ളൊരു വിചാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ കണ്ണിലുണ്ണികളായി വളർന്നു വന്ന അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ തീരുമാനിച്ചു. അതിൽ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ പറയുന്നില്ല. ഈ വർത്തമാനം മന്ധരയാണ് ആദ്യമായിട്ട് കൈകേയിയോട് ചെന്ന് പറഞ്ഞത്. ഈ മന്ധര ആരാ? കൈകേയിയുടെ അച്ഛൻ വളരെ വിശ്വാസത്തോടു കൂടി കൈകേയിക്ക് വേണ്ടതൊക്കെ പറയണം, പരിരക്ഷിക്കണം എന്ന് വിചാരിച്ച് സേവനം ചെയ്യാൻ പറഞ്ഞയച്ച ആളായിരുന്നു. മന്ധര ചെന്ന് പറഞ്ഞപ്പോൾ കൈകേയിക്ക് സന്തോഷം തോന്നി. കഴുത്തിലുള്ള നെക്ലസ് അഴിച്ച് സമ്മാനിച്ചപ്പോൾ മന്ധര വലിച്ചൊരേറ കൊടുത്തു. ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് സമ്മാനം മേടിക്കാനല്ല ഈ വർത്തമാനം വന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ പറഞ്ഞത്? അതന്നെയാ പറഞ്ഞത്. അച്ഛൻ എന്നെ പറഞ്ഞയച്ചതിന് പ്രത്യേക കാരണമുണ്ട്. രാമനെ അഭിഷേകം ചെയ്താൽ നീ ആ നിമിഷം മുതൽ കൗസല്യയുടെ വേലപ്പെണ്ണാവും. ഇതറിയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങി പിരിമുറുക്കം. എന്നിട്ട് എന്തുണ്ടായി? പുത്രൻ്റെ മുൻപിൽ അങ്ങേയറ്റത്തെ നിന്ദയ്ക്ക് പാത്രമായി. അപ്പം ആ കുട്ടികളുടെ മനസ്സിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഭരതനോ ശത്രുഘ്നോ ലക്ഷ്മണനോ ആർക്കും ഒരു വിഷമവുമില്ല. രാമനെ നേതാവായി കണ്ടുകൊണ്ട്, ജ്യേഷ്ഠ സഹോദരനായി കണ്ട് എല്ലാവരും അനുസരിക്കാൻ തയ്യാറാണ്. അപ്പോഴും ആ അഴിമതി ഉണ്ടല്ലോ, ദുഷ്ടചിന്ത, അത് അരങ്ങേറിയത് അഴകിയായിരിക്കുന്ന കൈകേയിയുടെ മനസ്സിലാണ്. കൃതയുഗത്തിൻ്റെ ഭാവം മാറി. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം വന്നപ്പോഴോ അവ പിന്നെയും അധപ്പതിച്ചു. ഇവിടെ മക്കൾ നല്ലവരായിരുന്നു, ഒരു കൈകേയി മാത്രമാണ് മോശം. ആ കൈകേയിയുടെ മോശം ശോഭിച്ചില്ല. എന്താ കാരണം? ഭരതൻ അത് സമ്മതിച്ചില്ല. അയോധ്യ രാജധാനിയെ തന്നെ വിട്ട് നന്ദിഗ്രാമത്തിലാണ് കഴിച്ചുകൂട്ടിയത് രാമൻ മടങ്ങി വരുന്നത് വരെ. അത്ര വിശേഷപ്പെട്ട ഒരു സഹോദരനാണ്. അപ്പം അമ്മയുടെ ഇംഗിതം അവിടെ നടന്നു എന്ന് പറയാൻ പറ്റില്ല. ദ്വാപരയുഗമാവുമ്പോഴേക്കോ തത്വജ്ഞനും പ്രാജ്ഞനും തപസ്വിയും എല്ലാം കൊണ്ടും ശ്രേഷ്ഠനും നൈഷ്ഠിക ബ്രഹ്മചാരിയുമായിരിക്കുന്ന ഭീഷ്മരുടെ പരിരക്ഷണത്തിലാണ് ഹസ്തിനപുരം നടന്നു പോരുന്നത്. ദുര്യോധനൻ മുതലായിട്ടുള്ളവർ 100 പേരുണ്ട്. പാണ്ഡവന്മാർ 5 പേരേ ഉള്ളൂ. ഇവരെ 2 പേരെയും ഒരുപോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഈ പ്രാജ്ഞനും തത്വജ്ഞനുമൊക്കെ ആയിരിക്കുന്ന ഭീഷ്മൻ അങ്ങേയറ്റം ധർമ്മിഷ്ഠൻ. എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ദുര്യോധനൻ്റെ മനസ്സിൽ നിന്ന് ദുരയും അത്യാർത്ഥിയും ഒഴിയാൻ കൂട്ടാക്കിയില്ല. ഇന്ന് നമ്മൾ ടെററിസം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് മെഴുകുകൊണ്ട് അരക്കുകൊണ്ടൊരു ഇല്ലമുണ്ടാക്കി പാണ്ഡവന്മാരെ അവിടെ പാർപ്പിച്ച് അതിന് തീ കൊടുത്ത് എല്ലാവരെയും ചുട്ടരിക്കാം എന്ന് പറഞ്ഞ് ആ പ്ലാനിട്ട് പുറപ്പെട്ടവനാണ് ദുര്യോധനൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഭീഷ്മൻ എത്ര പുറപ്പെട്ടിട്ടും പരിശ്രമിച്ചിട്ടും ആ ദുഷ്ടതയിൽ ഒരു മാറ്റം വരുത്താൻ പറ്റിയില്ല.
കൃഷ്ണൻ പരിശ്രമിച്ചിട്ടും മാറ്റം വന്നില്ല. അപ്പോൾ അധപ്പതനം എത്രത്തോളമായി? ആ കാലത്താണ് തുറന്ന സദസ്സിൽ വെച്ച് ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ചു വലിച്ചത് ആര്? ദുശാസൻ. ഒരു നാണമില്ല, ഒരു കുറ്റബോധമില്ല, നിന്ദ്യകർമ്മം ചെയ്യാൻ ഒരു കൂസലുമില്ലാതെ. അപ്പോൾ എത്ര അധപ്പതിക്കാം മനുഷ്യൻ്റെ മനസ്സിന്? കൃതയുഗത്തിൻ്റെ കൃതകൃത്യതയൊക്കെ പമ്പ കടന്നു. ഇനിയിപ്പോൾ കലിയുഗമാണ്. ആ താഴത്തുള്ള വീഴ്ച ആ കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങി വരിക. ആ കലിയുഗത്തിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പിന്നിലുള്ളത് കൃതയുഗ സംസ്കാരമാണ്. അത്രത്തോളം നന്മ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നിങ്ങളെല്ലാവരും കൃതയുഗ ജീവികളുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും പെട്ടവരാണ്. അപ്പം നിങ്ങളാരും എനിക്ക് കഴിയില്ല എന്ന് പറയരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിന് എന്ത് വിധത്തിലുള്ള യോഗ്യതയുമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നതാണ് കൃതയുഗം. ആ കൃതയുഗമാണ് ഞാൻ. അഹം യുഗാനാം ജഗൃതം ധീരാണാം ദേവലോ അസിത. ധീരന്മാരിൽ വെച്ച് അസിതനായിരിക്കുന്ന ദേവലനാണ്. ദ്വൈപായനോസ്മി വ്യാസാനാം. നമ്മളെപ്പോഴും പറയും വാൽമീകി വ്യാസൻ. വാൽമീകിയെ പറ്റി നമുക്ക് സംശയമില്ല. വനവാസിയായിരിക്കുന്ന രത്നാകരനാണ് വാൽമീകിയായത് സപ്തമഹർഷികളുടെ സംസർഗം കൊണ്ട്. രാമരാമാന്ന് ഇരുന്നിടത്തിരുന്ന് ജപിച്ചു, വിടാതെ ജപിച്ചു. പുറ്റു വന്ന് മൂടി, അതിൽ നിന്ന് പുറത്തു വന്നു. അതുകൊണ്ട് വാൽമീകി എന്നുള്ള പേരും ഉണ്ടായി. വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയും സൃഷ്ടിയുമാണ് രാമായണം. 24,000 ശ്ലോകങ്ങളുള്ളത്. വ്യാസദേവൻ രചിച്ചതാണ് മഹാഭാരതം. ഈ വ്യാസൻ എന്ന് പറയുമ്പോൾ ദ്വൈപായനോസ്മി വ്യാസാനാം എന്ന് പറഞ്ഞാൽ ബഹുവചനം. എന്താ അതിനർത്ഥം? വ്യാസന്മാരിൽ വെച്ച്. അപ്പം വ്യാസന്മാരിൽ വെച്ച് ദ്വൈപായനനാണ് ഞാൻ. ദ്വീപിൽ ജനിച്ച പരാശരപുത്രനുണ്ടല്ലോ, ആ പരാശരപുത്രനായിരിക്കുന്ന വേദവ്യാസൻ. അദ്ദേഹം എന്ത് ചെയ്തു? വിവ്യാസ വേദാൻ യസ്മാത് സഹ തസ്മാത് വ്യാസ ഇതി സ്മൃതഃ. ഈ വേദങ്ങളെ മുഴുവനും അദ്ദേഹം വിഭാഗിച്ചു. ഓരോരുത്തരെയും ഏൽപ്പിച്ചു. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആയി പങ്കിട്ട് 4 കൂട്ടർക്ക് കൊടുത്ത് എല്ലാം കൂടി പഠിച്ച് നിലനിർത്താൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഞാനതിനെ 4ആയിട്ട് വിഭജിക്കാം. ഓരോരുത്തരും ഋഗ്വേദികളായി ഇത് പഠിച്ചുകൊണ്ട് നിലനിർത്തു, യജുർവേദികളായി നിലനിർത്തു, സാമവേദികളായി നിലനിർത്തു, അഥർവവേദികളായി നിലനിർത്തു എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഉള്ള വേദങ്ങളുണ്ടല്ലോ, ആ കൃതയുഗത്തിലുണ്ടായിരുന്ന പൂർണ്ണമായിട്ടുള്ള വേദം ഇപ്പോൾ ഉണ്ടെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. നമുക്കിപ്പോൾ ഉള്ളത് കലിയുഗത്തിൽ ലഭ്യമായിട്ടുള്ളതാണ്. അതും കലിയുഗത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വേദം മുഴുവനും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പല രേഖകളും കാണിക്കുന്നത്. ഇപ്പോൾ ഉള്ള വേദം വേദവ്യാസർ എഴുതിയതാണ്. എത്ര വ്യാസൻ ഉണ്ടവിടെ എന്ന് ചോദിച്ചാലോ, ബ്രഹ്മാവ് മുതൽക്ക് വേദവ്യാസൻ വരെ, കൃഷ്ണദ്വൈപായനൻ വരെ 28 വ്യാസന്മാരാണ് ഇവിടെ. അതിൽ ഏത് വ്യാസനാണ് ഇത് എഴുതിയിരിക്കണമെന്ന് ചോദിച്ചാലോ, ദ്വൈപായനൻ എന്ന് പറയുന്ന ആൾ. ബ്രഹ്മസൂത്രം, ബാദരായണ സൂത്രം എന്ന് പറയും. ഈ സൂത്രങ്ങളൊക്കെ എഴുതിയത് ദ്വീപിൽ ജനിച്ചു എന്ന് നാം അറിയുന്നതായ ആ വ്യാസനാണ്. ആ വ്യാസനാണ് ദ്വൈപായനൻ ഞാൻ. കവീനാം കാവ്യ ആത്മവാൻ. കവികളിൽ വച്ച് ശുക്രനാണ് ഞാൻ. വാസുദേവോ ഭഗവതാം ത്വം തു ഭാഗവതേഷ്വഹം. കിം പുരുഷാണാം ഹനുമാൻ വിദ്യാധരാണാം സുദർശനഃ. വാസുദേവോ ഭഗവതാം ത്വം തു ഭാഗവതേഷ്വഹം. കിം പുരുഷാണാം ഹനുമാൻ വിദ്യാധ്രാണാം സുദർശനഃ. ഓരോന്നും അദ്ദേഹം പറയുക. ഇപ്പോൾ വാസ്തവത്തിൽ കൃഷ്ണൻ തന്നെപ്പറ്റി പറയുക. എന്താ പറയണത്? വാസുദേവോ ഭഗവതാ. ഭഗവാന്മാരിൽ വെച്ച് വാസുദേവൻ. അപ്പോൾ ഭഗവാന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്ര ഭഗവാനുണ്ട്? ഇവിടെ ഭഗവതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്മാരിൽ വെച്ച് വാസുദേവനാണ് ഞാൻ. അപ്പം അനവധി ആൾക്കാരെ നാം ഭഗവാൻ എന്ന് പറയാറുണ്ട്, പറയും ചെയ്യാം. എന്താ അതിന് പ്രമാണം എന്ന് ചോദിച്ചാലോ, നമുക്ക് ഭഗവാൻ എന്നുള്ള ശബ്ദത്തിന് ഒരർത്ഥമുണ്ട്. സംസ്കൃതത്തിലുള്ള എല്ലാ ശബ്ദം അർത്ഥസൂചകമാണ്. ആ ശബ്ദങ്ങളുടെ വ്യുത്പത്തി അന്വേഷിച്ച് ചെന്നാൽ എറ്റിമോളജിക്കലായിട്ട് അതിന് കാരണം കാണാം. അങ്ങനെയുള്ള വാക്കുകളാണ് മിക്കതും. ഇപ്പം രാമൻ എന്ന് പറയുമ്പോൾ രമിപ്പിക്കുന്നവൻ രാമൻ, കൃഷ്ണൻ എന്ന് പറയുന്നവനോ കർഷിക്കുന്നവൻ കൃഷ്ണൻ. അങ്ങനെ എല്ലാറ്റിനും ഓരോ പേരാണ്. ഭഗവാൻ എന്ന് നമ്മൾ ആരെയാ പറയുക?
ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസശ്രിയഃ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗയിതീരണ. ഭഗം ഭഗം എന്ന് പറഞ്ഞാൽ 6 കൂട്ടം യോഗ്യതകളോ വൈഭവങ്ങളോ മേന്മകളോ ആണ്. ഏതൊക്കെയാ 6 കൂട്ടം? ഐശ്വര്യസ്യ സമഗ്രസ്യ, സമഗ്രമായിരിക്കുന്ന ഐശ്വര്യം വേണം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നിലയ്ക്ക് ധനപുഷ്ടി. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതം നടത്താനും വിശേഷ കാര്യങ്ങൾ നടത്താനും എന്തെല്ലാം വിഭവങ്ങൾ ആവശ്യമുണ്ടോ ആ വിഭവങ്ങളുടെയെല്ലാം പരിപൂർണമായ സമൃദ്ധിക്കാണ് ഐശ്വര്യം എന്ന് പറയുക. ഐശ്വര്യസ്യ സമഗ്രസ്യ, അതാണ് സമഗ്രമായത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം വേണം. വസ്ത്രത്തിന് വേണ്ട സാധനങ്ങൾക്ക് ഒരു ദൗർലഭ്യവും ഉണ്ടാവരുത്. പാർപ്പിടങ്ങൾ ഉണ്ടാക്കാൻ അലങ്കാര വസ്തുക്കളായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് എല്ലാം സുലഭമായിരിക്കുമ്പോഴേ നമ്മളെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഒന്നിനും ലോപമുണ്ടാവരുത്. അങ്ങനെ സമഗ്രമായിരിക്കുന്ന ഐശ്വര്യം. പിന്നെയോ ധർമ്മസ്യ യശസഃ ശ്രിയഃ, ധർമ്മം. എന്താ ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവിതത്തെ ആപത്തിലും സമ്പത്തിലും നല്ല കാലത്തിലും അല്ലാത്ത കാലത്തിലും ഒരുപോലെ സന്ധാരണം ചെയ്ത് നിർത്തുന്നതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മുടെ ഭാരതഭൂമിയിൽ നാം ആവിഷ്കരിച്ചിട്ടുള്ളതും അനുവർത്തിക്കുന്നതുമായ ജീവിത രീതിയെ മതം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഇംഗ്ലീഷിൽ റിലിജൻ എന്ന് പറയും. ഈ റിലിജൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഉണ്ടായത് കുറച്ചു കാലം മുൻപാണ്. അങ്ങനെ ലോകത്തിൽ എവിടെയായാലും റിലിജൻ, മതം എന്നൊരു വാക്ക് ഉണ്ടാകുന്നതിന് എത്രയോ മുൻപ് ചരിത്രാതീത കാലത്ത് ഗംഗാനദീ തടത്തിൽ രൂപപ്പെട്ടതാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മത്തിന് എന്താ അർത്ഥം? മനുഷ്യ ജീവിതത്തെ സന്ധാരണം ചെയ്ത് സനാതനനാക്കി തീർക്കുന്നു മനുഷ്യന്. നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. എന്താ? നമ്മളൊക്കെ മർത്യരാണെന്ന്. എന്താ ഈ മർത്യ ശബ്ദത്തിന് അർത്ഥം? മരിക്കുന്നവർ. ഇവിടെ ജീവിക്കുന്നവരാരുമില്ല എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽക്ക് ഇന്നേ വരെ ജീവിച്ചു പോന്നിട്ടുള്ള ആരും അവിടെ ഇല്ല. നമ്മളിപ്പോൾ അല്പകാലികമായിട്ട് ജീവിക്കുന്നുള്ളത് ഇരിക്കട്ടെ, ഇവിടെ ജീവിച്ചവർ മുഴുവൻ മരിച്ചവരാ. നമ്മളോ മരിക്കാനുള്ളവരും. അപ്പം നമ്മളൊക്കെ മർത്യരാണ്. ഈ മർത്യത്വം എവിടുന്ന് വന്നു? ദേഹത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദേഹമാണല്ലോ ജനിക്കുന്നത്. ആ ജനിക്കുന്ന ദേഹം ജനിച്ചതിനാൽ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിന് മർത്യത്വമുണ്ട്. എന്നാൽ ഈ ദേഹമാണോ ഇവിടെ മുഖ്യം? അതോ ദേഹത്തിൽ അധിവസിക്കുന്ന ഉൾചേതനയോ? നമ്മുടെ കയ്യോ കാലോ അനക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിൻ്റെയും കാലിൻ്റെയും മെടുക്കുകൊണ്ടല്ല, ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയുമാണ് ഈ ദേഹത്തെയും ദേഹാംഗങ്ങളെയും വിനിയോഗിക്കുന്നത്. ആ മനസ്സോ ബുദ്ധിയോ ആകട്ടെ ശരീരത്തിൻ്റെ ഭൗതികമായിരിക്കുന്ന ഒരംശമോ അംഗമോ അല്ല. ശരീരം മുഴുവനും ദ്രവ്യവും ഊർജവും കൂടിയതാണ്. മനസ്സോ ചിന്തിക്കുന്നതും വികാരം കൊള്ളുന്നതും ഓർമ്മ വയ്ക്കുന്നതും സങ്കല്പിക്കുന്നതുമായ ഒരു വിശേഷപ്പെട്ട വസ്തുവാണ്. അതിനെ മാറ്റർ എന്ന് പറഞ്ഞുകൂടാ, എനർജി എന്നും പറഞ്ഞുകൂടാ. അത് ചേതനാത്മകമായ ഒരു പൊരുളാണ്. അതാണ് വാസ്തവത്തിൽ ഈ ശരീരത്തിൽ അധിവസിക്കുന്നത്. ഒരു വീടാവണമെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും വീട്ടുകാരൻ വേണം. അതുമാതിരി ശരീരമായിട്ട് കാര്യക്ഷമമാകണമെങ്കിൽ ശരീരി ദേഹി എന്ന് പറയുന്ന ഒരാൾ വേണം. ആ ആൾ മർത്യമല്ല, അത് അമർത്യന, അമരനാണ്. ഈ സനാതനധർമ്മം എന്ന് പറയാൻ എന്താ കാരണം? മനുഷ്യനെ മർത്യൻ എന്ന് വിചാരിക്കുന്ന മനുഷ്യനെ, എടോ താൻ മർത്യനല്ല, അമരനാണ്. തനിക്ക് ശരീരമുണ്ടെന്നുള്ളത് ശരി, പക്ഷേ താൻ ശരീരിയാണ്, ദേഹിയാണ്, ആത്മാവാണ് എന്ന് പറഞ്ഞ് അനശ്വരത അഭിഷേകം ചെയ്യുന്നതാണ് നമ്മളെ സനാതനധർമ്മം. മാത്രമല്ല സനാതനമായിരിക്കുന്ന വസ്തുവെ ലാക്കാക്കി ആവിഷ്കരിച്ചിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മാവാണ് നമ്മുടെ ഉള്ളിൽ. ആ പരമാത്മാവിനെയാണ് ഈശ്വരൻ, ഭഗവാൻ, പരബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. ആ പരമാത്മ തത്വത്തിൽ അധിഷ്ഠിതമായി കെട്ടിപ്പടുത്തിട്ടുള്ള ധർമ്മം. അർജുനൻ കുരുക്ഷേത്രത്തിൽ വന്ന് വല്ലാതെ പതറി തളറി കുഴഞ്ഞു ഇരുന്നു. ഗാണ്ഡീവം കയ്യിന്ന് പോയി. ശ്രീകൃഷ്ണൻ എങ്ങനെയാ ആ അർജുനന് ധൈര്യം പകർന്നു കൊടുത്ത് ഉൾക്കാഴ്ചയുണ്ടാക്കി കൊടുത്ത് എല്ലാം നേരിടാൻ ശക്തനാക്കിയത്? സനാതനധർമ്മം ഉപദേശിച്ചിട്ടാണ്. അപ്പം മനുഷ്യനെ സനാതനമാക്കുന്നതും
സനാതനമായിരിക്കുന്ന പരമാത്മാവിൽ അധിഷ്ഠിതമായതും ആണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തെ ധർമ്മമായിട്ടേ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ ധർമ്മം. ശ്രീകൃഷ്ണൻ എങ്ങനെ ഉപദേശിച്ചു ഉപനിഷത്ത് ധർമ്മം പടക്കളത്തിൽ വെച്ച്? സാധാരണ എല്ലാവരും ഉപദേശിക്കുന്നത് എപ്പോഴാണ്? തൻ്റെ കുടീരത്തിൽ, വനാന്തരത്തിൽ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മഹർഷിയുടെ അടുത്തോ ഒരു തപോധനൻ്റെ അടുത്തോ ഒരു ശിഷ്യൻ ലോകത്തോട് വിട പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് നമസ്കരിച്ച് എനിക്ക് വേണ്ടത് ഉപദേശിച്ചു തരണം എന്നിങ്ങനെ പറയുന്നു. ആ ആൾക്ക് ഒറ്റയ്ക്ക് പ്രശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പരമാത്മ സന്ദേശം. അതേ സന്ദേശം എല്ലാവരും വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുക. അമ്പയ്യാൻ തിരക്കായി, കൂട്ടവിളി മുഴക്കി കഴിഞ്ഞു, പ്രതിവിളിയും കഴിഞ്ഞു അവിടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ശരം വിസർജിക്കണം എന്നുള്ളൊരു നില അങ്ങനെ ചുട്ടുപഴുത്തിരിക്കുക. അപ്പോഴാണ് അതെല്ലാം നിർത്തിയിട്ട് കൃഷ്ണൻ 2.5 മണിക്കൂർ കൊണ്ട് ഉപദേശിച്ചതോ തസ്മാത് യുദ്ധ്യസ്വ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം അർജുനാന്ന്. ഈ ആത്മോപദേശം നൽകുന്നത് എപ്പോഴാണ്? അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുക. ഈ ലോകം നിസ്സാരമാണ്, ഒക്കെ നശ്വരമാണ്, നീ കണ്ണടച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഒഴിയൂ എന്നാണ് ആത്മോപദേശം. ഇവിടെയോ പട പൊരുതൂ, കൊല്ലൂ എന്നുള്ളതാണ് ഉപദേശം. ഇതെങ്ങനെയാണ് കൃഷ്ണൻ അവിടെ ഉപദേശിച്ചത്? വളരെ വിശേഷപ്പെട്ട ഒരു ധർമ്മം. ആ ധർമ്മം കൊണ്ടേ അവിടെ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ധർമ്മം ഉണ്ടായാൽ മാത്രം പോരാ. ആ ധർമ്മത്തിനെ സമയസന്ദർഭങ്ങൾക്കനുസരിച്ച്, ചുറ്റുപാടുകൾക്കനുസരിച്ച്, ലക്ഷ്യത്തിനനുസരിച്ച് ഉപദേശിക്കാനുള്ള ആ അറിവും പ്രവക്താവുമാവാനുള്ള ഒരു പ്രാപ്തി വേണം. അങ്ങനെയുള്ള ധർമ്മം നല്ലപോലെ അറിയണം. യശസ്സഃ ശ്രീഃ. യശസ്സ് എന്ന് പറഞ്ഞാൽ കീർത്തി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒരാളെ എപ്പോൾ നോക്കിയാലും കുടം പൊട്ടി തലയിൽ കവുത്തി പോകുന്നുള്ള ഒരാളെ അങ്ങനെ പരിഹസിച്ച് പറയാറുണ്ട്. പക്ഷേ അതൊരു കീർത്തിയാവണമെന്ന് പറയുന്നില്ല. കീർത്തിയാവണമെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ആദർശവും അഭിനന്ദനവും ജനിക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ല കർമ്മങ്ങൾ, ആരാധ്യമായിരിക്കുന്ന കർമ്മങ്ങൾക്കാണ്, നേട്ടങ്ങൾക്കാണ് യശസ്സ് എന്ന് പറയുക. അങ്ങനെ യശസ്സുണ്ടാവണം. ശ്രീയഃ, എല്ലാ വിധത്തിലുള്ള ശ്രീയും സമ്പത്തും വേണം. ജ്ഞാന വൈരാഗ്യയോശ്ചൈവ, നല്ല അറിവ് വേണം, അതുപോലെ വൈരാഗ്യവും വേണം. ഈ ഉപദേശങ്ങൾ കഴിഞ്ഞാൽ ആർക്കുള്ളത്? ഉദ്ധവനുള്ളത്. എവിടെയപ്പോൾ അവർ സംസാരിക്കണത്? ദ്വാരകയിൽ. ആ ദ്വാരകയ്ക്ക് എന്താ സംഭവിക്കാൻ പോണത്? കൃഷ്ണൻ വിടാൻ പോവുക, ഉദ്ധവനും വിട്ടുപോവുക. 7-ാം ദിവസം ആകുമ്പോഴേക്കും സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോയി. എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എവിടുന്നൊക്കെ സൗകര്യങ്ങളും സാധനങ്ങളും കിട്ടിയിട്ടാണ് കൃഷ്ണൻ ആ മരതകപ്പച്ച വിരിച്ചിട്ടുള്ള റോഡും ഉദ്യാനവുമൊക്കെ ആയിട്ടുള്ള ദ്വാരക രചിച്ചത്. അതൊക്കെ അദ്ദേഹം വിട്ടങ്ങോട്ട് പോവുക. ഞാൻ പോയതിന് ശേഷം ഇതിവിടെ ആർക്കും കാണാൻ ബാക്കി നിൽക്കരുതേ, ഒക്കെ സമുദ്രത്തിൻ്റെ അടിയിൽ പോണേ, എൻ്റെ വാക്കുകൾ ഒഴികെ ഒന്നും ഈ ലോകത്തിൽ എൻ്റെ അവശിഷ്ടമായി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം എത്രയുണ്ടെന്ന് ആലോചിച്ചോളൂ. അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് യാദവംശത്തിൽപ്പെട്ട വൃഷ്ണികുലമാകെ ആ പുല്ല് വലിച്ച് അടിയും പിടിയും കഴിഞ്ഞ് ബലരാമനെ അടക്കം അറ്റാക്ക് ചെയ്ത് സർവ്വ ആൾക്കാരും നശിച്ചു പോണത്. എന്നിട്ടാണ് ഒരു വേടൻ്റെ അമ്പ ചെയ്ത് കൃഷ്ണനും മടങ്ങിപ്പോണത്. അപ്പോൾ ഇത്രത്തോളം വൈരാഗ്യം ഒരു ഭാഗത്ത് വേണം. സമയസന്ദർഭങ്ങൾക്കനുസരിച്ച് ഉപദേശിക്കാൻ. കൃഷ്ണൻ ഉപദേശിക്കാത്തവരാരുണ്ട്? ഗോപസ്ത്രീകളെ ചെറുപ്പകാലത്ത് ഉപദേശിച്ചു, മുതിർന്നപ്പോഴോ അക്രൂരന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അച്ഛനമ്മമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ജനിച്ചു വീണപ്പോൾ തന്നെ ഉപദേശം നൽകി. അങ്ങനെ എപ്പോൾ എന്ത് വേണമെങ്കിലും പറയാനുള്ള ജ്ഞാനം വേണം. ഇങ്ങനെ 8 കൂട്ടം സംഗതികളെയാണ് ഷണ്ണാം ഭഗ ഇതീരണ. ഇതിനാണ് ഭഗം എന്ന് പറഞ്ഞാൽ ഈ ഗുണമേന്മ ഒരു ഷഡ്കം 6 ഇത് ഉള്ള ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്മാർ ലോകത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവാം. കൃഷ്ണൻ അങ്ങനെ ഒരാളാണ്. കപിലനെ കപിലവാസുദേവനെ ഭഗവാൻ എന്ന് പറയും, ശങ്കരാചാര്യരെ ഭഗവാൻ എന്ന് പറയും, പല ആൾക്കാരെയും പറയാറുണ്ട്. ആ ഭഗവാന്മാരിൽ വെച്ച് വാസുദേവനാണ് ഞാൻ. പലരും ഉണ്ടെങ്കിൽ അതിൽ വാസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറയണത് എന്താ? ഞാനും ഭഗവാനാണ്. ത്വം തു ഭാഗവതേഷ്വഹം. പോരാ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? ഞാൻ പലപ്പോഴും വിചാരിക്കും നിങ്ങളുടെ ഭാവനാമണ്ഡലം സജീവമാണോ എന്ന്. ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കേൾക്കണമുണ്ടല്ലോ. നിങ്ങൾക്ക് നല്ലോണം കേൾക്കണം, കേൾക്കാൻ തോന്നണം, ആലോചനയും ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് സ്വാമിജി പറയുന്നത്. അത് ഇദ്ദേഹം പറയുകയാണ്, ത്വം തു ഭാഗവതേഷ്വഹം.
ഭഗവാനുള്ളതുപോലെ ഭാഗവതന്മാരും ഉണ്ടാവും. ആ ഭക്തശിരോമണികളിൽ ദാ ഉദ്ധവൻ എന്ന് പറയുന്ന ഭക്തൻ ഞാനാണെന്ന്. എന്താ അതിനിപ്പോൾ അർത്ഥം? ഒരു ഭഗവാൻ ദാ അദ്ദേഹം തന്നെയായ ഭാഗവതനോട് സംസാരിക്കുക. ഈ ലോകത്തിലൊക്കെ അങ്ങനെയാണ്. ഇവിടെ ഹനിക്കപ്പെടുന്നതും ഭഗവത് ജീവനാണ്, ഹനിക്കുന്നതും അതേ ഭഗവാന്റെ ജീവനാണ്. ഒരു പാമ്പ് തവളയെ പിടിക്കുമ്പോൾ ആ തവളയുടെ ശരീരം ഉണ്ടാക്കിയതും അതിൻ്റെ ഉള്ളിൽ അധിവസിക്കുന്നതും ഈശ്വരാംശമാണ്. അതിനെ പിടിക്കുന്ന, നിർദ്ദയമായി പിടിക്കണു എന്ന് തോന്നുന്ന പാമ്പിൻ്റെ ഉള്ളിലും അതേ ഈശ്വരനാണ്. നിങ്ങളാരും ഒന്നിലും ഇടപെടണ്ട, മിണ്ടാണ്ടിരുന്നോളൂ. ഈശ്വരൻ എന്നുള്ള വിചാരം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ആ വിചാരത്തിൻ്റെ പാരമ്യത വരണമെങ്കിൽ എല്ലാറ്റിനെയും ഒരുപോലെ ഗ്രസിക്കാൻ സാധിക്കണം. ദയവ് തോന്നിക്കോട്ടെ, പക്ഷെ ആ ദയവ് സങ്കടത്തിന് കാരണമാകരുത്, സംഘർഷത്തിന് കാരണമാകരുത്. സമാധാനത്തോടു കൂടിയുള്ള ദയവാവണം. എത്രയെല്ലാം എവിടെയെല്ലാം നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ അത്രയൊക്കെ സഹായിച്ചോളൂ. എന്നാൽ നിങ്ങളുടെ സഹായം കൊണ്ട് ഈ ലോകം മുഴുവനും അങ്ങോട്ട് നേരെയാവും, നന്നാവും എന്ന് മാത്രം വിചാരിക്കണ്ട. അതിനുള്ള സ്ഥാനവും മഹിമയും ഇവിടെ ഒരാൾക്കും ഇല്ല, ഒട്ടും ആവശ്യമില്ല. ഈശ്വരൻ രചിച്ചതാണ് ഈ ലോകം. അതിൻ്റെ നിലനിൽപ്പിന് നിങ്ങളുടെ വലിയ പങ്കാളിത്തമൊന്നും ഈശ്വരന് ആവശ്യമില്ല. ഈശ്വരൻ്റെ കൂട്ടുമന്ത്രിസഭയൊന്നുമല്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈശ്വരന് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയില്ല. അദ്ദേഹത്തിന് എവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ